ഹായ്, ഈ വെക്കേഷൻ അടിപൊളിയാക്കണ്ടേ? എങ്കിലിതാ കുറഞ്ഞ ചെലവിൽ നിങ്ങളോടൊപ്പം തേജോമൈ ടൂർസ് ആൻഡ് ട്രാവൽസ്. ലക്കിടി മംഗലം പൈരമ്പറ്റ ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ലക്കിടി പനാവൂർ മനക്കൽ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ലക്കിടി മംഗലം പൈരമ്പറ്റ ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവമാണ് ബുധനാഴ്ച വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചത്. ക്ഷേത്രം തന്ത്രി ലക്കിടി പനാവൂർ മനക്കൽ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു വിശേഷാൽ പൂജകൾ ഉണ്ടായിരുന്നത്. രാവിലെ 5 മണിക്ക് ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, ഉച്ചപൂജ എന്നിവ ഉണ്ടായിരുന്നു. തുടർന്ന് കലാമണ്ഡലം കൃഷ്ണദാസും ശിഷ്യരും ചേർന്ന് അവതരിപ്പിച്ച പഞ്ചാരിമേളം, പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വൈകുന്നേരം 6 മണിക്ക് സോപാന സംഗീതം, നിറമാല, ചുറ്റുവിളക്ക്, ഭഗവത് സേവ, ചാക്യാർകൂത്ത് എന്നിവയും അരങ്ങേറി. ആലോചിക്കണത് എന്താണെന്നറിയോ? ഏത് ചൂടനാണ് ഇപ്പൊ സാമാന്യം പോലെ വലിയ വലിയ സ്ഥാനത്തിരുന്ന് രക്ഷിക്കണ വിദ്വാന്മാരൊക്കെ ചൂടന്മാരായിട്ടുള്ള കാലാണ്. ആ കൂട്ടത്തില് ഒരു പുതിയ വിദ്വാൻ, ഉടുരാജ ചൂടൻ. ആരാണോ ഈ വിദ്വാൻ? ആർക്കും മനസ്സിലാവുന്നുണ്ടായില്ല. എന്താച്ചാൽ പണ്ടത്തെ പോലെ എല്ലാ പേരിന്റെ സ്ഥിതി. പണ്ടൊക്കെ എങ്ങനെയാ പേരിടുക? അച്ഛൻ മുത്തച്ഛന്മാരുടെ പേര്, വംശത്തിന്റെ പാരമ്പര്യം, ഇതൊക്കെ അനുസരിച്ച് ആ ഭഗവാന്റെ നാമങ്ങളെ ശങ്കരൻ, നാരായണൻ, നീലകണ്ഠൻ, പരമേശ്വരൻ, ഇങ്ങനെ ഈശ്വരനാമങ്ങൾ ജയമായിട്ടിടുക എന്നായിരുന്നു പണ്ടത്തെ സ്ഥിതി. എന്താ വെച്ചാൽ ഭഗവത് വിരോധികളായാലും കുഴപ്പമില്ല, അറിയാണ്ടെങ്കിലും അനിയനെയോ ഏട്ടനെയോ ഒക്കെ വിളിക്കുമ്പോ രാമ, നാരായണ, ഈശ്വരന്റെ നാമങ്ങൾ ജപിക്കൂലോ. എന്നാൽ ഇന്ന് അറിയാണ്ട പോലും ഈശ്വരനാമങ്ങൾ ജപിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണോ? നിശ്ചയമില്ല.